friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റ് ആൻഡ് ഈസി ആയിട്ടുള്ള കടലക്കറി തയ്യാറാക്കിയാലോ. നമ്മൾ ഇത് തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണോ? നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണോ? എന്നാൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടല തലേദിവസം രാത്രി കുതിർക്കാൻ വെച്ചതാണ്. അതിനുശേഷം വെള്ളമൊക്കെ ഇപ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേവിക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കടലക്കറിയുടെ മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ സവോള പെട്ടെന്ന് വെന്ത് വരാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോള ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചമുളകും കൂടെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് 4 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ആഡ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതോടൊപ്പം 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൊടികളൊക്കെ വഴണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല തണുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച കടലയും വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ മസാലക്കൂട്ട് അരച്ച ജാറിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ആഡ് ചെയ്തു. ഇനി 1 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ തേങ്ങയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കടലക്കറി എന്ന് പറയുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ ഹെൽത്തിയാണ്. കടല പ്രോട്ടീൻ റിച്ച് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിൽ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ടേക്ക് കെയർ. ബൈ.